അങ്ങനെ നമ്മുടെ അലീനി രേവതിക്കുട്ടിയൊക്കെ ഹോളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പോയി കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ മാമച്ചൻ പറയുന്നുണ്ട്, രേവതിക്കുട്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് മാമച്ചൻ പറയുന്നുണ്ട് ഇവൾ ഇത്തിരി ഓവറാണ്. ആ സമയത്ത് നമ്മുടെ രോഹിത് പറയുന്നുണ്ട് അതെ ഇവൾ ഇത്തിരി ഓവറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, വീര ഞാൻ നിൻ്റെ അത്ര ഓവറല്ല, ഓവറായാലേ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ച് പറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രോഹിത്തിന് വിഷമമുണ്ട്. അലീന പറയുന്നത് മിണ്ടായിരിക്കടി രേവതിക്കുട്ടിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത് പറയുന്നുണ്ട് ആ വെട്ടേക്ക് ചേച്ചി കുരക്കണ പട്ടിക്ക് അടിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മാമച്ചൻ ചിരിക്കുന്നുണ്ട്. രേവതിക്കുട്ടിക്ക് ഒരാളെങ്കിലും മറുപടി കൊടുക്കാണ്ടായല്ലോ എന്നൊക്കെ പറയുമ്പോൾ വായിൽ നാവുണ്ടല്ലോ മറുപടിയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി രോഹിത്തിനെ കളിയാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ രേവതിക്കുട്ടി പറയേണ്ടത് എല്ലാവരും നമുക്ക് ബീച്ചിലേക്കും പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടൊരു സിനിമയൊക്കെ കണ്ട് വൈകുന്നേരം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മാമച്ചനും ഗ്രേസിയമ്മയും പറയേണ്ടത് എല്ലാവരും റൂമൊക്കെ കാണിച്ചു കൊടുത്ത് അവരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രേവതിക്കുട്ടിയോട്. എന്തായാലും രേവതിക്കുട്ടി എല്ലാവരെയും റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത് പറയുന്നത് ഞാൻ മാമച്ചൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, എനിക്ക് ഇവിടെ നിന്ന് ബോറടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് രോഹിതും മാമച്ചനും പുറത്ത് പോകുന്നുണ്ട്. അവരൊക്കെ പോയിട്ട് നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും കൂടി ബബിതയ്ക്കും കൃഷ്ണമോൾക്കൊക്കെ റൂമൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട് എങ്ങനെ പോണു ഡാൻസ്. അപ്പോൾ എൻ്റെ കാര്യം എല്ലാം അറിയോ? പിന്നെ എന്നോട് അലീന ചേച്ചി 1 മണിക്കൂർ പിന്നെ എന്താ സംസാരിക്കണത്, ഞങ്ങൾ അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം മുഴുവനെ പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ വീഡിയോ കോൾ ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവർ രണ്ടാളും പറയുന്നത് നിങ്ങൾ രണ്ടാളും റെസ്റ്റ് അടിക്കും, ഞങ്ങളൊന്ന് ഗ്രേസിയമ്മ ആൻറ്റിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് നമ്മുടെ അലീന. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട് അവർ തമ്മിൽ എത്ര സ്നേഹമല്ലേ, എന്ത് സ്നേഹമുള്ള ചേച്ചി അനിയത്തിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കുണ്ട് ഒരു അനിയത്തി, ഏത് നേരം എന്നോട് അടി കൂടിയും കൊണ്ട് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. രണ്ടാളും പോയി കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട് അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സന്തോഷത്തോടു കൂടി കഴിയുമോ നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ, അലീന ചേച്ചിക്ക് പോകണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നത് ഒന്നും മിണ്ടാതെ കിടക്കടി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബബിതയ്ക്ക് അങ്ങനെ പറയുമ്പോൾ വല്ലാത്ത വിഷമം വന്നിട്ട് വേഗം കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. കൃഷ്ണമോൾക്ക് സന്തോഷമായിട്ട് രണ്ടാളും കിടക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും അപ്പുറത്ത് നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനം ഇങ്ങനെ വണ്ടിയിൽ പോണ സമയത്ത് നമ്മുടെ ഗോവർദ്ധനം പറയുന്നുണ്ട് ബാലേട്ടന് മടുക്കണില്ല ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട്, ഇനി ഞാൻ ഓടിക്കാമെന്ന് പറയണ്ടേ. ശരിക്കും നമ്മളിരുന്ന് സൈഡിലിരുന്ന് കാഴ്ച കാണുമ്പോഴാണ് നമുക്ക് മടുക്കുക, നമുക്ക് ഡ്രൈവിങ് ഒരിക്കലും മടുക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഗോവർദ്ധനം പറയും അത് ശരിയാ, പക്ഷെ ബാലേട്ടന് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ചില്ലെന്നല്ലടാ, അവിടെ പോയി കഴിഞ്ഞാലേ നിനക്ക് ഇതൊക്കെ അറിയുള്ളൂ എന്താ അതിൻ്റെ മുഴുവനെന്ന് പറയുന്നത്. ഗോവർദ്ധനാണെങ്കിൽ ആകെ പേടിയാവട്ടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് വിചാരിച്ചു. ഗോവർദ്ധനൻ ബാലേട്ടനോട് ചോദിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും, അയാളൊരു മിലിറ്ററിക്കാരനൊക്കെ അല്ലേ, അതൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് വല്ലാത്ത പേടിയാവണം. നീ എന്തിനാടാ പേടിക്കണേ, ഞാൻ ഇല്ലേ നിൻ്റെ കൂടെ, നീ ഒന്നും പേടിക്കണ്ട, അയാൾക്ക് എന്നെ കണ്ടാലാണ് പേടി ഉണ്ടാവുക കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അലീന ഗ്രേസിയമ്മയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗ്രേസിയമ്മ പറയുന്നുണ്ട് എന്താ നീ പാലാഴി വട്ടത്ത് പോവുകയാണെന്നൊക്കെ കേട്ടു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ആൻറ്റി അങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ തിരിച്ച് പോകണം, അതുകൊണ്ടാണ് ഞാൻ പോണത്, ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ശരിയായിരിക്കും, അപ്പോൾ നിന്നെ ആർക്കും വേണ്ടാലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പോട്ടെ ആൻറ്റി, എനിക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.